യഥാർത്ഥത്തിൽ അവിടെ മുദ്രാവാക്യം വിളിച്ചത് ഹിന്ദുസ് തന്നെയാണ്. ഈ ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾ തന്നെയാണ് മുദ്രാവാക്യം വിളിച്ചത്. ക്ഷേത്ര സമിതി തലേ ദിവസം വൈകുന്നേരം ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വിഷയങ്ങളൊന്നുമില്ല, പറഞ്ഞു തീർന്നു എന്ന്. പക്ഷേ ന്യൂസ് ഇപ്പം സ്പ്രെഡായി. അതൊരു മുസ്ലിം വൈരാഗ്യ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രദേശത്ത് ആകെ 8-10 കുടുംബങ്ങൾ മാത്രമേ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിലുള്ളൂ. ബാക്കി എല്ലാവരും മെജോറിറ്റി ഹിന്ദുസാണ്. ഇവിടെ അങ്ങനത്തെ ഒരു വിഷയം ശരിക്കും ഇല്ല. ആ മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുന്ന ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു എന്നാണ് അതിൽ കണ്ടത്. എന്നാൽ ആ പ്രോഗ്രാം നടന്നിരിക്കുന്നത് 500 മീറ്റർ അപ്പുറത്തുള്ള ജംഗ്ഷനിലും ക്ഷേത്രം ഇപ്പുറത്തുമാണ്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെയും പാട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ശരിക്കും പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഈ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ പാട്ട് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട് കുറച്ചായിട്ട്. 2022 മുതൽ ഇവിടെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ആദ്യം കോളാമ്പിയിലായിരുന്നു. അത് നമ്മൾ ഇതേപോലെ പ്രശ്നം ഉണ്ടെന്ന് കുറച്ച് വെക്കാൻ പറഞ്ഞു, കേൾക്കില്ല. ഇവർ ഡബിൾ സൗണ്ടിലാണ് പിന്നെ വെക്കുക. നമ്മളവിടെ പോയി നല്ല രീതിയിൽ ഇവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, അത് വീണ്ടും കൂട്ടും. അത് എസ്പെഷ്യലി ഒരു 3-4 ആൾക്കാരാണ് അതിന്റെ മെയിൻ ആൾക്കാർ. ബാക്കിയുള്ളവരൊക്കെ സ്വതവേ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവസാനം 1 വർഷം കഴിഞ്ഞ് പരാതികളൊക്കെ കൊടുത്തപ്പോൾ കോളാമ്പി നിർത്താൻ വേണ്ടിയിട്ട് DGP ഓഫീസിൽ നിന്നും SP ഓഫീസിൽ നിന്നൊക്കെ ഓർഡർ വന്ന് അതങ്ങനെ നിർത്തി. അതിനുശേഷം ഒരു ബോക്സ് വെച്ചു. ആ ബോക്സ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ആ സൈഡിലേക്ക് വെക്കാണ്ട് ക്ഷേത്രത്തിന്റെ ഈ സൈഡിൽ ഞങ്ങളൊരു വീട്ടുകാരാണ് കാര്യമായിട്ട് ഈ 10 മീറ്റർ 15 മീറ്ററിലുള്ളത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു 150-200 മീറ്റർ അപ്പുറത്തേക്കാണ് വീടുകൾ, 1-2 വീടുള്ളത്. അവർക്ക് അത്ര ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടൊരു ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ബോക്സിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാം. അവിടുന്ന് വെക്കുന്ന ശബ്ദം അസാധ്യമായിട്ട് സഹിക്കാൻ വയ്യാതെയായി. ബുദ്ധിമുട്ടായപ്പോൾ നമ്മൾ ഇതേപോലെ പരാതികൾ കൊടുത്തു. പോലീസിന്റെ അടുത്ത്, DGP, കളക്ടർ എല്ലാവരുടെ അടുത്തും കൊടുത്തു. തഹസിൽദാർ 50 ഡെസിബലിൽ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. പോലീസ് പറഞ്ഞു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 67 ഡെസിബലിൽ ഐഡന്റിഫൈ ചെയ്തു വന്നിട്ട് അതിനെതിരെ പരാതി എടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസ് എടുത്തില്ല. നിലവിൽ ഇടവണ്ണ പോലീസും ഇതിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അവരൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസായിരുന്നു ഒരു പരിധി വരെ. ഇത് അന്ന് അവർ മാനേജ് ചെയ്തില്ല. പിന്നെ കുറേയൊക്കെ അവർ പറയും, തിരിച്ചു വെക്കാൻ പറഞ്ഞു, സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞു. ഇവർക്ക് കളക്ടർ പറഞ്ഞാലോ RDO പറഞ്ഞാലോ ആര് പറഞ്ഞാലും ഇതിലെ കുറച്ച് ആളുകൾക്ക് ഒരു പ്രശ്നമില്ല. ആ രീതിയിലാണ്. ഇപ്പോൾ കിഴക്കോട്ട് വെക്കുകയാണെങ്കിൽ അവിടെ പുഴയാണ്, വലിയ ശല്യമില്ലാതെ പോകും. അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലാണ് ആൾക്കാർ കൂടുതൽ കേൾക്കണം താല്പര്യം പറയുന്ന ആൾക്കാരുള്ളത്. ഈ പോലീസ് വന്ന് ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് ആ സൈഡിലാണ്. ആ സൈഡിലേക്ക് വെച്ചാലും പ്രശ്നമില്ല. ആ സൈഡിലൊരു ഡമ്മി സ്പീക്കർ വെച്ചിട്ട് ഈ സൈഡിലേക്കാണ് ഈ പാട്ട് വെക്കുന്നത്. അപ്പം ഇവിടെ ചെറിയൊരു കുട്ടിയുള്ളതാണ്, പിന്നെ പ്രായമുള്ള അച്ഛനും അമ്മയുണ്ട്, സൂക്കടുണ്ട്. അപ്പോൾ പല പ്രശ്നങ്ങളാണ്. അപ്പം ഇത് അമിതമായുള്ള ശബ്ദം ആയതുകൊണ്ടാണ് ഞങ്ങൾക്കും പ്രശ്നം. ഈ പറഞ്ഞ 50 ഡെസിബിലൊക്കെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 50 ഡെസിബിൽ പറഞ്ഞാൽ 1-2 ആൾക്കാർ സംസാരിക്കണേ അല്ലെങ്കിൽ ആ ക്ഷേത്ര കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കേൾക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമായി മാറും. അതിന് പകരം ഭക്തിഗാനം എന്ന് പറഞ്ഞിട്ട് വെക്കുന്നതാണെങ്കിലും പാരടി ഗാനങ്ങളെ പോലുള്ളതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭയങ്കര സീനും പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ കണ്ട ന്യൂസ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ന്യൂസിൽ പറഞ്ഞത് എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ അവിടെ മുദ്രാവാക്യം വിളിച്ചത് ഹിന്ദുസ് തന്നെയാണ്. ഈ ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾ തന്നെയാണ് മുദ്രാവാക്യം വിളിച്ചത്. ക്ഷേത്ര സമിതി തലേ ദിവസം വൈകുന്നേരം ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വിഷയങ്ങളൊന്നുമില്ല, പറഞ്ഞു തീർന്നു എന്ന്. പക്ഷേ ന്യൂസ് ഇപ്പം സ്പ്രെഡായി. അതൊരു മുസ്ലിം വൈരാഗ്യ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രദേശത്ത് ആകെ 8-10 കുടുംബങ്ങൾ മാത്രമേ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിലുള്ളൂ. ബാക്കി എല്ലാവരും മെജോറിറ്റി ഹിന്ദുസാണ്. ഇവിടെ അങ്ങനത്തെ ഒരു വിഷയം ശരിക്കും ഇല്ല. ആ മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുന്ന ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു എന്നാണ് അതിൽ കണ്ടത്. എന്നാൽ ആ പ്രോഗ്രാം നടന്നിരിക്കുന്നത് 500 മീറ്റർ അപ്പുറത്തുള്ള ജംഗ്ഷനിലും ക്ഷേത്രം ഇപ്പുറത്തുമാണ്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെയും പാട്ട് വെച്ചിട്ടുണ്ട്. ഈ 2 ദിവസമായിട്ട് പാട്ട് ശബ്ദം കുറവാണ്. ആ വെക്കുന്നത് ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇന്ന് 2-3 ദിവസമായിട്ട് ശബ്ദം കുറവുണ്ട്. കൂടുതലുള്ള ദിവസങ്ങളിലാണ് ഞങ്ങൾ 112 വിളിച്ച് പറഞ്ഞത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 112 RTI കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വിളിച്ച ഡീറ്റെയിൽസും ഡേറ്റും കിട്ടും. അതേപോലെ കംപ്ലൈന്റിന്റെ ഡീറ്റെയിൽസും കിട്ടും. ഇതാണ് നിലവിൽ ഇവിടെ ഒരു സിറ്റുവേഷൻ ഉള്ളത്. ശബ്ദം കുറച്ച് വെക്കാൻ പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിച്ചത് അനുസരിക്കാത്ത കുറച്ച് വ്യക്തികൾ, കമ്മിറ്റി മുഴുവനായിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പലരും നല്ല രീതിയിൽ വെക്കുന്നവരുണ്ട്, ഞങ്ങളുമായിട്ട് നല്ല സമീപനമുള്ളവരുണ്ട്. അതിൽ എല്ലാ മതസ്ഥരും എല്ലാ പാർട്ടിക്കാരും അടങ്ങിയ ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ ആർക്കും അതിൽ കമ്മിറ്റിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിലോ ഒന്നും ഒരു പ്രശ്നമില്ല. ഇതിൽ ചില വ്യക്തികൾ, പേര് പറയാൻ വേണമെങ്കിൽ, അപ്പോൾ ഇത്രയും ആളുകളാണ് ഇതിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാർ. ബാക്കിയെല്ലാം നോർമലാണ്. ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റി ബേസിൽ വലിയൊരു അങ്ങനെ ഒരു ഇതുണ്ടാക്കുന്ന ഒരു വിവാദം ഉണ്ടാക്കുക, ഒരു വർഗീയ തീരുവുണ്ടാക്കാനുള്ള ശ്രമമായിട്ട് ഇതിപ്പം ശരിക്ക് ഈ പോസ്റ്റ് പോയിരിക്കുന്നത് അവിടെ ആഹ്ലാദ പ്രകടനം നടത്തിയ സമയത്ത് കണ്ടുനിന്ന ഈ പാട്ട് വെക്കുന്ന അമിതമായ ശബ്ദത്തിൽ വെക്കുന്ന ആളും അയാളുടെ ബ്രദറിന്റെ കയ്യിൽ നിന്നുമാണ്
ഈ ന്യൂസ് ലീക്കായിട്ടുള്ളത്. അവരവരുടെ ഫേസ്ബുക്കിൽ ആദ്യം ഇട്ടു. അത് കഴിഞ്ഞ് ക്ഷേത്ര സമിതി ഇതിൽ ഇടപെട്ട സമയത്ത് അവരതൊന്ന് ഡിലീറ്റ് ചെയ്തു. പക്ഷേ അപ്പോഴത്തേക്ക് ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. അദ്ദേഹം തന്നെ പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഞാനിങ്ങനെ വീഡിയോ എടുത്തു, അത് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തു, ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര പ്രശ്നമായിട്ടാണെന്നുള്ള ഈ ഓഡിയോ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അദ്ദേഹം ക്ഷേത്ര സെക്രട്ടറിയാണ്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നിലവിൽ ഇപ്പോൾ ഈ സംഘപരിവാറിന്റെ ചാനലടക്കം ഇതൊരു വർഗീയ ഇതായിട്ട് ഇവിടെ മലപ്പുറത്ത് മുസ്ലിം ലീഗുകാർ ക്ഷേത്രത്തിനെതിരെ അല്ല, അതിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. മുസ്ലിം ലീഗ് എന്നൊരു സംഘടനയൊന്നും അവിടെ വന്നിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. അവിടെ വിളിച്ച ആൾക്കാർ ഹിന്ദുസ് തന്നെയാണ്. അത് അവർ മറ്റു ചാനലുകൾക്ക് കൊടുത്ത ബൈറ്റുകളിലും അവർ തന്നെ പറയുന്നുണ്ട് ഇന്നതാണ് പ്രശ്നം ഉണ്ടായത്. അവരവരെ ആഹ്ലാദ പ്രകടനത്തിൽ കൂടെ നമ്മളെ ഈ ബുദ്ധിമുട്ടും അതേപോലെ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അവരുടെ ബാക്കിക്കാർക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടും കൂടെ കൂട്ടിയിട്ട് അവരവിടുന്ന് ശബ്ദം കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അവിടെ പാട്ട് നിരോധിക്കാനോ ഒന്നും. ആ ഓഡിയോ ശരിക്ക് കേട്ടാൽ, ആ വീഡിയോ ശരിക്ക് കണ്ടാൽ അതിലറിയാം ഒരു വ്യക്തിയെയാണ് അതിൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഓഡിയോയിൽ പറയുന്നുണ്ട് ഒരു കുമ്പിടിക്കുട്ടൻ എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കേണ്ടത്, ആരാ എന്താണെന്ന് എനിക്കറിയില്ല. ആ ഒരു വ്യക്തി കാണിക്കുന്ന ദ്രോഹത്തിനെതിരെയാണ് അതിൽ ആ മുദ്രാവാക്യം വന്നിട്ടുള്ളത്. ആ മുദ്രാവാക്യത്തിൽ ശരിക്ക് പറയുന്നുണ്ട് ഉച്ചത്തിൽ പാട്ട് അവിടെ വേണ്ട കേട്ടോ എന്നേ പറയുള്ളൂ. അല്ലാതെ പാട്ട് അവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. നാട്ടുകാരെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ പാട്ട് അവിടെ വേണ്ടാന്നാ പറഞ്ഞത്. അത് കുറച്ചാൽ മതിയായിരുന്നു. അതില്ലാത്തതിന്റെ പേരിലാണ് ഇത് ഇത്രയും വഷളായത്. ഇതെടുത്തിട്ട് ചാനലിൽ കൊടുത്ത ആൾക്കാരാണ് അതിനേക്കാളും വലിയ ബുദ്ധിമോശം ചെയ്തത്. ശരിക്കും ഇവിടെ തീരേണ്ട ഒരു വിഷയം മാത്രമാണിത്. സൗണ്ട് കുറച്ചാൽ ഈ വിഷയം തീരും. അതേപോലെ ഇപ്പം നടന്ന പ്രശ്നവും പറഞ്ഞു തീർക്കാവുന്നതായിരുന്നു. അത് വെറുതെ വക്രീകരിച്ച് ഒരു മുസ്ലിം ലീഗും മുസ്ലിങ്ങളെയും ഒക്കെ പാടെ ഇടപഴകി ഒരു വർഗീയ രീതിയിലേക്ക് ഇത് സൃഷ്ടിച്ചു വെച്ചു. അതാണ് ഉണ്ടായത്. ക്ഷേത്ര കമ്മിറ്റി ഇപ്പോൾ എന്താണ് ഈ ശബ്ദവുമായി ബന്ധപ്പെട്ട്? ശബ്ദം അവർ 2-3 ദിവസമായിട്ട് അവർ കുറച്ചിട്ടുണ്ട്. സ്വതവേ അവർ ഇതേപോലെ ഞങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ 1-2 ദിവസം ഒരാഴ്ചയൊക്കെ കുറയ്ക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും അവർ കൂട്ടി കൊണ്ടുവരലാണ് പതിവ്. ഇപ്പം എന്താ നിലപാടെന്ന് അറിയില്ല.